ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഓപ്പൺ എ പി ഐ എന്ന് പറയുന്ന ഒരു കമ്പനി അടുത്ത കാലങ്ങളിലായിട്ട്, അതായത് 2023 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ ആണ്, വെബ് ആപ്ലിക്കേഷൻ ആണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. ഓപ്പൺ എ പി ഐ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഇതിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ത്രൂ, അതായത് ഒരുപാട് ഡാറ്റകൾ ത്രൂ ഇതിനെന്ത് ചെയ്തു, ഒരുപാട് ഡാറ്റ കൊടുത്ത് പഠിപ്പിച്ചു വെച്ച ഒരു സിസ്റ്റമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത് കണ്ടന്റിനാണ്, ടെക്സ്റ്റ് കണ്ടന്റിനാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഈ എന്ത് ടെക്സ്റ്റ് കണ്ടന്റ് നമുക്ക് വേണോ, എന്തിനെ കുറിച്ച് നമുക്ക് കണ്ടന്റ് വേണോ, ഹിസ്റ്ററി ആവട്ടെ, ക്വസ്റ്റ്യൻസ് ആവട്ടെ, സജഷൻസ് ആവട്ടെ, അതുപോലെ നമ്മ സ്ട്രാറ്റജീസ്, നമുക്ക് പല തന്ത്രങ്ങൾ ബിസിനസ്സിന് വേണ്ട സ്ട്രാറ്റജീസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ നമുക്ക് എന്ത് ചെയ്യും, എന്ത് ടെക്സ്റ്റ് കണ്ടന്റും ആണോ അത് നമുക്ക് ചോദിക്കാം. അത് എങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെ ചോദിക്കുന്നു ആ രീതിയിൽ ചോദിക്കാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. അത് നമുക്ക് ഒരാളോട് ഇപ്പോൾ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്, നമ്മൾ പല ആളുകളോടും ചർച്ച ചെയ്യും പല വിഷയങ്ങൾ. അതേ രൂപത്തിൽ ചാറ്റ് ജി പി ടി യോട് നമുക്ക് നമ്മളെ വിഷയങ്ങൾ വിശദീകരിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ ചാറ്റ് ജി പി ടി ഒരു വ്യക്തി എന്ന ഏറ്റവും ബെറ്റർ ഹ്യൂമൻ എന്നുള്ള ഒരു രീതിയിൽ അത് കംപ്ലീറ്റ് അനലൈസ് ചെയ്ത് അതിന്റെ ബെറ്റർ സജഷൻസ് നമുക്ക് ഇങ്ങോട്ട് പറയും. അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ നമ്മൾ ഒരാളോട് സംസാരിക്കും. ഇതേ രൂപത്തിൽ ചാറ്റ് ജി പി ടിനോട് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എത്രമാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, അപ്പൊ അത്രമാത്രം പവർഫുള്ളായ യുണീക്കായ ആൻസർ നമുക്ക് എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടി തരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഒരു സംഭവം ഇറങ്ങിയ സമയത്ത് എല്ലാ ആളുകളും എന്ത് ചെയ്തിരുന്നു, ചാറ്റ് ജി പി ടിയിലേക്ക് മാറി. ഇപ്പോ അതിന്റെ അഡ്വാൻസ് ലെവലിൽ ഒരുപാട് സംഭവങ്ങൾ വീണ്ടും ഇറങ്ങി. ചാറ്റ് ജി പി ടി 3.5 ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ 3.5 എന്നുള്ള വേർഷൻ നമുക്ക് ഫ്രീ ആണ്. ഇപ്പൊ അതിന്റെ അഡ്വാൻസ് വേർഷനാണ് ചാറ്റ് ജി പി ടി 4 എന്ന് പറയുന്നത്. അതിന് പെയ്ഡ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പൊ ഇതിനുള്ള ലിമിറ്റേഷൻ എന്ത് പറഞ്ഞാൽ ചാറ്റ് ജി പി ടിന്റെ കമ്പനി പറയുന്നത് 2022 വരെ ഉള്ള ഡാറ്റകളെ ഈ വരുതിയിലുള്ളൂ എന്നുള്ളതാണ്. അപ്പോ നമ്മളിപ്പോ ഒരു ചരിത്ര സംബന്ധമായ സംഭവം അല്ലെങ്കിൽ ഇപ്പൊ ലൈവായിട്ട് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിനെ കുറിച്ച് ചാറ്റ് ജി പി ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാല് 2022 വരെയുള്ള ഡാറ്റയാണ് ചാറ്റ് ജി പി ടിന്റെ കയ്യിലുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് ചോദിച്ചാല് ഒരുപാട് ഡാറ്റകൾ, ഞാനൊരു നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം. ചാറ്റ് ജി പി ടിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്കൊക്കെ അറിയാൻ പറ്റും, ബാംഗ്ലൂർ ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് എന്താ ജിയോന്റെ കമ്പനി, ജിയോന്റെ എന്താണ് അവരെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്, ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന കമ്പനി കമ്പനി എന്ന് പറഞ്ഞാൽ ജിയോ കമ്പനിയാണ്. അവരെ സൂപ്പർ മാർക്കറ്റ് എന്താ ഹ്യൂമൻലെസ്, മനുഷ്യനില്ലാതെ, അതായത് സെയിൽസ്മാൻ ഇല്ലാത്ത ഒരു സൂപ്പർ മാർക്കറ്റ് ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു സ്റ്റാഫും ഇല്ല, ഒരു ഒറ്റ ആളുണ്ടാവില്ല. നമുക്ക് ആ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയി കിടക്കുക, കാരണം നമുക്ക് നമ്മുടെ ബാസ്ക്കറ്റ് എടുത്തിട്ട് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടാം. അത് ഇട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ബില്ലിംഗ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ത്രാസ് വെച്ചിട്ടുണ്ടാവും. അതിലെന്ത് ചെയ്യുക, നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് അതിലേക്ക് ജസ്റ്റ് എടുത്തു വെച്ചാൽ മതി. അതിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പ്രൊഡക്റ്റ് സെൻസ് ചെയ്തിട്ട് അതിന്റെ പ്രൈസ് പുറത്ത് പ്രൈസ് ലിസ്റ്റിൽ ആഡ് ചെയ്യും. അത് സ്കാൻ ചെയ്യും, നെക്സ്റ്റ് പ്രൊഡക്റ്റ് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതങ്ങനെ സെൻസ് ചെയ്ത് വരും. അത് നമുക്ക് നമ്മളെ ബാസ്ക്കറ്റിൽ ഇടും ചെയ്യുക. ഓട്ടോമാറ്റിക് ആ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് വലത് ഭാഗത്ത് സ്ക്രീനിൽ കാണിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് കാണിക്കും. അതിന് പേയ്മെന്റ് ചെയ്യാനുള്ള കാർഡോ അല്ലെങ്കിൽ ഗൂഗിൾ പേന്റെ ബാർകോഡോ കാണിക്കും. അത് നമ്മൾ പേയ്മെന്റ് ചെയ്യുക. അപ്പൊ താങ്ക് യു എന്നുള്ള ഇൻഫർമേഷൻ. അത് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തി അവിടെ വേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബില്ലും പേയ്മെന്റും കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെയുള്ള കൺഫ്യൂഷൻ എവിടെയാണെന്ന് അറിയോ, ഇപ്പൊ നമുക്ക് പച്ചക്കറി, അതുപോലെ ഫ്രൂട്ട്സ്, ഇതുപോലത്തെ ഐറ്റംസ്, അത് ഇപ്പൊ നമ്മൾ കുറച്ചെടുത്തു. ഇപ്പൊ ഞാനൊരു കാബേജ് എടുത്തു കഴിഞ്ഞാല് ആ കാബേജ് എത്ര എന്താ എമൗണ്ട് ആണ് അതിന്റെ വില, അത് കേബേജ് തന്നെയാണോ, കേബേജ് തന്നെ ചിലപ്പോൾ ഒരുപാട്. ഇപ്പം മാംഗോ, ഇപ്പൊ ഞാനൊരു മാംഗോ എടുത്തു കഴിഞ്ഞാല് മാംഗോ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ആപ്പിള് ഒരുപാട് കാറ്റഗറി ആപ്പിൾ ഉണ്ട്. അപ്പൊ ഒരു ആപ്പിൾ എടുത്ത് ആ ത്രാസിൽ വെച്ച് കഴിഞ്ഞാല് അത് ഏത് ആപ്പിൾ ആണ് എന്ന് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് ആ കാറ്റഗറി ഓഫ് ആപ്പിളിന്റെ പ്രൈസ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ വെച്ച ആപ്പിള് എത്ര, ഒരു 4 ആപ്പിളാണ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര കിലോനുണ്ട്, അതിന് ഇത്ര വരും എന്നുള്ള ഓട്ടോമാറ്റിക് കൂടെ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഇതിന്റെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ അവരെന്താ അതിന്റെ ബാക്ക് എൻഡിൽ ചെയ്യാന്ന് ചോദിച്ചാൽ
ഇപ്പൊ ഒരു മോഡല് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ആപ്പിൾ എടുത്തിട്ട് ഈ ആപ്പിളിന്റെ വ്യത്യസ്ത രൂപത്തിലുള്ള ഫോട്ടോസ് എന്ത് ചെയ്യുക, എടുക്കുക. പല ആംഗിളിൽ നിന്നും പല രൂപത്തിൽ ഈ കാറ്റഗറി ഓഫ് ആപ്പിളിന്റെ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ അതിനെ പഠിപ്പിക്കുകയാണ്. എന്ത്, ഇങ്ങനെ ഈ മോഡലില് ഈ ആംഗിളില് ഒരു 1000 ഫോട്ടോസ് എടുത്തിട്ട് ഒരൊറ്റ മോഡല് കാറ്റഗറി ഓഫ് ആപ്പിളിന്റെ ഒരു 1000 ഈ 10,000 ഫോട്ടോസ് എടുത്തിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ പഠിപ്പിക്കുകയാണ്. ഈ ടൈപ്പ് ഓഫ് എല്ലാ മോഡലും ഈ ടൈപ്പ് ഓഫ് ഈ 3 ഫോട്ടോസ് വെച്ച ഈ കാറ്റഗറി ഒക്കെ ഇന്ന മോഡൽ ഇറാനിയൻ ആപ്പിൾ ആണ്, ഫോർ എക്സാമ്പിൾ ഇറാനിയൻ ആപ്പിൾ ആണ്, നമ്മൾ അതിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഇമേജിലെ ഒരു ആപ്പിൾ വന്നു കഴിഞ്ഞാൽ ആ ആപ്പിളിന്റെ ഇമേജ് ഓട്ടോമാറ്റിക് ഇതിനായിട്ട് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് ഇതിന് മാച്ച് ആയ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറിന്റെ പ്രൈസ് ആയിരിക്കും അവിടെ കാണിക്കുക. അപ്പോൾ ഇതിന് AI എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മൾ ഒരുപാട് ഡാറ്റ ബാക്ക് എൻഡിൽ എന്ത് ചെയ്യുക, ഇതിന് കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ട് തന്നെയാണ്, ഒരുപാട് വർഷങ്ങളോളം വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. AI എന്ന് പറഞ്ഞ സംഭവം ബിൽഡ് ചെയ്യാൻ. കാരണം ഇതിനെ സംബന്ധിച്ച് ഡാറ്റ കൊടുക്കും തോറും എന്ത് ചെയ്യും, അതിന് ക്വാളിറ്റി കൂടുന്നുള്ള. അപ്പൊ ഒരു 10 കാറ്റഗറി ആപ്പിൾ ഉണ്ടെങ്കിൽ ഓരോ കാറ്റഗറിന്റെ ഒരു 1000-ഓളം അല്ലെങ്കിൽ ഒരു 500-ഓളം ഇമേജസ് എന്ത് ചെയ്യുക, വ്യത്യസ്ത കോണെന്ന് പല രൂപത്തിൽ. കാരണം നമുക്കറിയാം ആപ്പിളും ഫ്രൂട്ട്സ് ഒക്കെ പല രൂപത്തിലും ഷേപ്പിനൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ കളറിന്റെ ചെറിയ ചെറിയ വേരിയേഷൻ വരെ മനസ്സിലാകുന്ന രീതിയിൽ ഫോട്ടോസ് എടുത്തിട്ട് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിനേറ്റൊക്കെ മാച്ച് ആയ ഒരു ആപ്പിൾ ആയി വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് ഇവർ കൊടുത്ത ഓരോ കാറ്റഗറി ഓഫ് ആപ്പിളിന്റെ ഫോട്ടോസിനേറ്റും ഇത് കമ്പൈൻ ചെയ്തിട്ട് ഇതിന് ഏതിനോടാണ് ഇത് മാച്ച് ആകുന്നത് ആ കാറ്റഗറി ആ സ്പോട്ടിൽ എന്ത് ചെയ്യും, കാണിക്കും. ഈ ഒരു പ്രവർത്തനം എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന പ്രോസസ് ആട്ടോ. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന ഇതേ പ്രോസസ്സാണ്. നമ്മളെ കൈമുള്ളത് ശരിക്കും എന്താണ്, ടച്ച് ചെയ്യാനുള്ള സെൻസറാണ് ശരിക്കും നമ്മളെ ഫിംഗറിലുള്ളത്. നമ്മളൊരു വസ്തുവിനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ആ സ്പോട്ടിൽ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ അത് ഇന്ന സാധനമാണ് അല്ലെങ്കിൽ ഇന്ന പ്രതലത്തിലാണ് നമ്മൾ തൊട്ടത് എന്ന് നമ്മൾ തലച്ചോറിലേക്ക് മെസ്സേജ് കൊടുക്കുകയും നമ്മളെ നിലവിലുള്ള ഓർമ്മയിലുള്ള ഡാറ്റാസ്, കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഒരുപാട് വസ്തുക്കളിൽ തൊട്ടിട്ട് നമുക്ക് ആ ഫീലിങ്സ് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് ഒരു ടെസ്റ്റ് നടത്തണം, ഇതിനെ ഏതിനേറ്റവും മാച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ അത് കമ്പൈൻ ചെയ്തിട്ട് അത് ഇന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഇന്ന വസ്തു അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് എന്നുള്ളത് നമ്മൾ സെക്കൻഡിനുള്ളിൽ, മൈക്രോ സെക്കൻഡിനുള്ളിൽ നമ്മളെ മൈൻഡിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഇത് ഇന്ന വസ്തുവാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇതേ ഒരു സിസ്റ്റം മനുഷ്യന്റെ മനസ്സിൽ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലുള്ള ഒരു പ്രോസസ്സാണ് ഈ ശരിക്കും ഈ ഒരു ശക്തി, ഈ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. ഇതേ സംഭവം ഒരു മെഷീൻ ലെവലിൽ കൊണ്ടുവന്നതാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതിനാണ് മനുഷ്യനിർമ്മിത അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സംവിധാനം. ഇത് ഞാൻ പറഞ്ഞത് ഒരു സെൻസിങ്ങിന്റെ മാത്രം കാര്യമാണ്. ഇതേപോലെ എല്ലാ കാറ്റഗറിയിലും നമ്മൾ കൊടുക്കുന്ന വാക്കാവട്ടെ, വോയിസ് ആവട്ടെ, ഫോട്ടോസ് ആവട്ടെ, എനിവൺ, ഏത് കാറ്റഗറി ആണെങ്കിലും ഒരു മനുഷ്യനെ പോലെ എന്ത് ചെയ്യുക, ഡാറ്റാസ് എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് അത് ഏതാണെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഡാറ്റാസ് ഉള്ള ആളുകളായിരിക്കും. ഏറ്റവും വലിയ സമ്പന്നനും ഏറ്റവും വലിയ കോടീശ്വരനോ ഏറ്റവും വലിയ ബിസിനസ്മാനോ ഏറ്റവും കൂടുതൽ ഡാറ്റ ആരും മാനേജ് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇനി വേൾഡിൽ ഏറ്റവും നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി വരികയാണ്. ഏതൊരു ബിസിനസിന്റെയും ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് അതിന്റെ മാർക്കറ്റ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് തീരുമാനിക്കുന്നത്. അപ്പൊ ഡാറ്റയാണ് ഇതിന്റെ ബേസ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ChatGPT എന്ന ഈ കൺസെപ്റ്റിനും ഇതേ രൂപത്തിൽ തന്നെയാണ്. അപ്പൊ അവരുടെ അടുത്തുള്ള ഒരുപാട് വർഷം 2022 വരെയുള്ള ഒരുപാട് ഡാറ്റാസ്, ആ ഡാറ്റാസ് എല്ലാം ഇവരെ സെർവറിൽ ഇതിന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡാറ്റാസിൽ നിന്ന് ഇത് എടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ആൻസർ തരുന്നത്. അപ്പോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആളുകൾ ഇത് ഉപയോഗിക്കും തോറും ഇതിലേക്ക് ഡാറ്റ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ ഉപയോഗിക്കും തോറും എന്ത് ചെയ്യും, ഇത് ക്ലാരിറ്റി കൂടി കൂടി വരും. ഫസ്റ്റ് ChatGPT ഇറങ്ങിയതിനേക്കാൾ ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. കാരണം എന്താ, ആളുകൾ അത്രയും ഡാറ്റാസ് ഇതിന് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പല പല ഇൻഫർമേഷൻസും കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാനൊരു ഇൻഫർമേഷനെ കുറിച്ച് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെ കുറിച്ചുള്ള ഡാറ്റ അങ്ങോട്ട് കിട്ടുന്നുണ്ട് ചാറ്റ് ജിപിടിക്ക്. അപ്പൊ ഇതിനൊക്കെ ഡാറ്റാസ് എടുത്തിട്ട് ആളുകൾ ഉപയോഗിക്കും തോറും ഇത് ക്വാളിറ്റി കൂടി യുണീക്കായി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ChatGPT എന്താന്നൊരു ഐഡിയ തന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത
നമുക്ക് വേണ്ട എന്ത് ടെക്സ്റ്റ് കണ്ടന്റും എന്തിനെ കുറിച്ചിട്ട് നമുക്ക് ചോദിക്കാം. ഇപ്പൊ ഒരു വിഷയത്തിനെ കുറിച്ച് ചോദിക്കാം. ഇപ്പൊ നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ലോക ചരിത്രത്തിന്റെ 2022 വരെയുള്ള എന്ത് ചരിത്രത്തെ കുറിച്ച് ചോദിക്കാം. ഏതൊരു മനുഷ്യനെ കുറിച്ച് ചോദിക്കാൻ പറ്റും. പോപ്പുലർ ആയ ഏതൊരാളാണെങ്കിലും ഇന്റർനെറ്റിൽ അവൈലബിൾ ആയ ഹിസ്റ്ററി ഉള്ള ഏതൊരാളാണെങ്കിലും അതിന്റെ ഡാറ്റാസ് ഇതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും വിഷയത്തിനെ കുറിച്ച് ചോദിക്കാം. നമുക്കൊരു അസൈൻമെന്റ് ചെയ്യണമെങ്കിൽ ആ അസൈൻമെന്റ്, എനിക്ക് ഒരു അസൈൻമെന്റ് വേണം, ആ അസൈൻമെന്റ് ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന വിഷയമാണ് വേണ്ടത്, അതിൽ ഇന്ന മൊഡ്യൂൾസ് വേണം എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് അസൈൻമെന്റ് ഉണ്ടായി തരും. പ്രൊജക്ട് വേണമെന്ന് പറഞ്ഞാല് നിമിഷ നേരം കൊണ്ട് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ആമുഖം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു ഗവൺമെന്റ് ഓഫീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസിൽ കൊടുക്കാനുള്ള ലെറ്റേഴ്സ്, ഓഫർ ലെറ്റർ, അല്ലെങ്കിൽ എന്താ ജോബ് ലെറ്റർ, അല്ലെങ്കിൽ റിസൈൻ ലെറ്റർ, അല്ലെങ്കിൽ എന്ത് വേണ്ട കണ്ടന്റ് പരമായിട്ടുള്ള എന്ത് വേണ്ട സംഭവം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡുകൾക്കുള്ളിൽ തരും. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്തു അറിയോ, ആളുകൾ ഒരുപാട് മിസ്യൂസ് ഉപയോഗം വന്നു. പരീക്ഷക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വൃത്തിക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ ഒരുപാട് കുട്ടികളും ഒക്കെ എക്സാമിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ഇത് ബാൻ ചെയ്തു. അപ്പൊ ഇത് ബാൻ ചെയ്തപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. പല യൂണിവേഴ്സിറ്റിയിലും കുട്ടികൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി പരീക്ഷക്കൊക്കെ. അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പല യൂണിവേഴ്സിറ്റി ബാൻ ചെയ്ത് മാത്രമല്ല, ഇതിനെ ഒപ്പോസ് ചെയ്യാൻ, അതായത് ഈ ചാറ്റ് GPT ഉപയോഗിച്ച് കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന വേറൊരു ആപ്ലിക്കേഷനും കൂടെ എന്ത് ചെയ്തു, മാർക്കറ്റിൽ അവൈലബിൾ ആയി. അത് ഇപ്പോ ഈ ചാറ്റ് GPT ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചാറ്റ് GPT LLB പാസ്സായി, IAS പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് റീസൺ എന്താ വെച്ചാൽ നമ്മൾ LLBയിൽ ചോദിക്കുന്ന സർവ്വ ക്വസ്റ്റ്യൻസും ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാത്തിനും നമ്മൾ ഏതൊരു എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വളരെ വൃത്തിക്ക് അതിന്റെ ആൻസർ തരും. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ അതിന്റെ അഡ്വാൻസ് വേർഷൻ ആയിട്ട് എന്താ നമുക്ക് വെറുതെ തന്നെ ഇമേജ് ക്രിയേഷൻ തുടങ്ങി. നമുക്കൊരു ഇമേജ് വേണമെങ്കിൽ ആ ഇമേജ് എങ്ങനെ വേണം, അതിൽ എന്തൊക്കെ എലിമെന്റ് വേണം, ഏത് കളർ വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമേജ് ഓട്ടോമാറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഇമേജ് നൽകുന്ന രീതിയിൽ ഇതിന്റെ ഇമേജ് ക്രിയേഷൻ തുടങ്ങി. ഈ ചാറ്റ് GPT ഇറങ്ങിയതിനു ശേഷം തന്നെ ഗൂഗിളിന്റെ ബാഡ് എന്ന് പറയുന്ന കമ്പനി, ഗൂഗിളിന്റെ ബാഡ് എന്ന പേരിൽ എന്ത് ചെയ്തു, ഈ ചാറ്റ് GPT ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഗൂഗിള് ഒരു ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ നിലവിലിറക്കി. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ നമുക്കറിയാം, ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ APIനേക്കാളും വേൾഡിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ബ്രാൻഡാണ്. അവരുടെ അടുത്ത് കോടാനുകോടി ജനങ്ങളുടെ ഡാറ്റാസ് ഉണ്ട്, വർഷങ്ങളായിട്ടുള്ള ഹിസ്റ്ററി വരെ ഉണ്ട്. കാരണം ഈ ഗൂഗിളിൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരു മനുഷ്യന്മാരില്ല. നമ്മൾ ഗൂഗിളിന്റെ ഒരുപാട് സംഭവങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ ഡാറ്റാസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഒന്നും കൂടെ എന്താണ്, പെർഫെക്റ്റ് ആണ് എന്ന രൂപത്തിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് ഇത് ഇറങ്ങിയ സമയത്ത് ചാറ്റ് GPTന്റെ അത്ര ആളുകളുടെ ഇടയിൽ എന്തുണ്ടായില്ല, പോപ്പുലാരിറ്റി കിട്ടിയില്ല. അല്ലെങ്കിൽ കുറച്ച് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് വന്ന സമയത്ത് ഇതിനെതിരെ കുറെ അലിഗേഷൻസും കാര്യങ്ങളും വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചാറ്റ് GPT ഉപയോഗിക്കാം, ബാർഡും ഉപയോഗിക്കാം. ഇതേപോലെ വേറെയും കമ്പനീസ് ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ ഒന്നാണ് ബാർഡ് അല്ലെങ്കിൽ ചാറ്റ് GPT. ഈ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. ഈ ബാർഡിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മലയാളം ഒന്നും കൂടെ നല്ല രീതിയിൽ കിട്ടും. ചാറ്റ് GPT ആണെങ്കിൽ മലയാളം നമുക്ക് നല്ലൊരു മലയാളം കിട്ടൂല, ഒരു ഫോർമൽ ടൈപ്പ് മലയാളം. അതിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ലാംഗ്വേജിന്റെ കേസിൽ ഇംഗ്ലീഷ് ആണ് ഏറ്റവും ബെറ്റർ ആയി ചാറ്റ് GPT റൺ ചെയ്യുന്നത്. പക്ഷെ ബാർഡിന്റെ കേസിൽ ബാർഡിൽ നമുക്ക് മലയാളം കിട്ടും. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഇത് എവിടെ യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, നിങ്ങളെ ബിസിനസ്സിന് വേണ്ട എന്ത് കണ്ടന്റും ഇപ്പൊ നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യണം, നമുക്കൊരു ഐഡിയ ഉണ്ടാക്കണമെങ്കിൽ, ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് ഒരാൾ ചർച്ച ചെയ്യണമെങ്കിൽ, കാരണം അത്രയും മെന്റൽ പവർ ഉള്ള ഒരു മനുഷ്യനോട് നമ്മൾ എങ്ങനെ ചർച്ച ചെയ്യാം, ആ രീതിയിൽ നമുക്ക് ഇത് ചർച്ച ചെയ്യാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരു പ്രോഗ്രാമറാണ്, പ്രോഗ്രാമർ പറഞ്ഞാൽ നമുക്കറിയാം വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോഡ് എഴുതുന്ന ആള്. അപ്പൊ അയാൾക്കൊരു ബഗ് ഉണ്ടെങ്കിൽ അതിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ബഗ് തീർത്തിട്ട് ആ ബഗ് എന്താണ് ഐഡന്റിഫൈ ചെയ്തത് പറഞ്ഞു തരും. ഇനി നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള കോഡ് വേണം, അത് ഇന്ന ആപ്ലിക്കേഷൻ ഇന്ന പർപ്പസിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ പർപ്പസ്
പർപ്പസിനുള്ള കോഡ് കംപ്ലീറ്റ് എഴുതി തരും. പിന്നെ ഇത് ഇട്ടിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്കൊരു ആപ്പ് ആക്കി മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആക്കി മാറ്റിയാൽ മതി. ഒരു വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ വേണമെന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റിനുള്ള കംപ്ലീറ്റ് കോഡ് ഉണ്ടാക്കി തരും. അങ്ങനെ കോഡ് എഴുതാൻ ഒരുപാട് കോഡേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഐഡിയാസ് നമ്മൾ എടുക്കാന്, സജഷൻസ് ചോദിക്കാന്, നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് നിരവധി കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാറ്റ് ജി പി ടി ഇന്ന് ആളുകൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ഫ്രീ ആണ്. ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓപ്പൺ എ പി ഐൻ്റെതാവണം കേട്ടോ. ഇതേ പേരിൽ പല ഫേക്ക് ചാറ്റ് ജി പി ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ രണ്ടാമതൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, ചാറ്റ് ജി പി ടിനോട് ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്, അതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയാം, പ്രോംപ്റ്റ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് പ്രോംപ്റ്റ് എന്ന് പറയും. ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തോ ആ രീതിക്കായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് ആൻസർ തരിക. നമ്മൾ സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ തരും. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന വിഷയങ്ങൾ എന്ന് വെച്ചാല് എന്താ, എല്ലാവരും ഇതേ രൂപത്തിൽ ചോദിക്കും ഒരു വിഷയത്തിനെ കുറിച്ചിട്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ തരുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നമുക്ക് യുണീക്ക് ആയിട്ടൊരു ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം. അപ്പൊ ഈ എന്താ, ഇത് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതാണ് ബേസിക് പ്രോംപ്റ്റ് ഫോർമുല ഫോർ യൂസിങ് ചാറ്റ് ജി പി ടി സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയക്കൊക്കെ നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഐഡന്റിഫൈ യുവർ ഓഡിയൻസ് ആൻഡ് പ്ലാറ്റ്ഫോം. ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇമേജ് ഇടുന്നുണ്ട്, ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളൊരു പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോസ്റ്റിന് താഴെ നമുക്കൊരു കണ്ടന്റ് വേണം, ഡിസ്ക്രിപ്ഷൻ. ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഐഡന്റിഫൈ യുവർ ഓഡിയൻസ്. ആർക്കാണ് നമ്മൾ ഈ ഇമേജ് പോസ്റ്റ് ചെയ്യുന്നത്, ആരെ ഫോക്കസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഓഡിയൻസ് ആരാണെന്നുള്ളത് നമുക്ക് ധാരണ വേണം. അത് നമ്മൾ ഈ പ്രോംപ്റ്റില് കൊടുക്കണം, ഇന്ന ഓഡിയൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ഏത് പ്ലാറ്റ്ഫോമാണ്, ഫേസ്ബുക്ക് ആണോ, ഇൻസ്റ്റഗ്രാം ആണോ, ലിങ്ക്ഡിൻ ആണോ, ഏത് പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഡിസ്ക്രൈബ് യുവർ ബ്രാൻഡ്, നമ്മുടെ ബ്രാൻഡ് എന്താണെന്ന് അതിൽ മെൻഷൻ ചെയ്യണം. നമുക്ക് ഇനി പ്രൊഡക്റ്റ് ബേസ് ആണെങ്കിൽ ഓഫറോ അതുപോലെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസോ ആ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. ഇൻഡിക്കേറ്റ് ഡിസൈഡ് വേർഡ് ലെങ്ത് ഓഫ് ചാറ്റ് ജി പി ടി റെസ്പോൺസ്. നമുക്ക് എത്ര വേർഡ്സിലാണ് ചാറ്റ് ജി പി ടി റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അതിൽ കൊടുക്കണം. അപ്പൊ എനിക്കൊരു 150 ക്യാരക്ടറിൽ വേണമെങ്കിൽ അത് കൊടുക്കണം. ഇൻക്ലൂഡ് ഡിസൈഡ് ആക്ഷൻ ടു ലൈക്ക് യുവർ ഓഡിയൻസ് ടു ടേക്ക് ആഫ്റ്റർ റീഡിങ് ദ പോസ്റ്റ്. ഈ പോസ്റ്റ് കണ്ടിട്ട് ആളുകൾക്ക് എന്ത് ആക്ഷൻ എടുക്കണം, ഇപ്പൊ ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടണാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ് ആക്ഷൻ വേണ്ടത്. അതല്ലെങ്കിൽ രജിസ്റ്റർ നൗ എന്നാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് എന്താണ് അതിന് വേണ്ട നമ്മളെ ഗോള്, ആ ഒരു സാധനം ഇതിൽ മെൻഷൻ ചെയ്യണം. ഇൻഡിക്കേറ്റ് സ്പെസിഫിക് കീവേഡ്സ് ആൻഡ് പേസസ് റിലേറ്റഡ് യുവർ ടോപ്പിക് ഹെൽപ് ടു ചാറ്റ് ജി പി ടി അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കീ വേർഡ്സ്, അത് ആളുകൾ കോമൺ ആയിട്ട് സെർച്ച് ചെയ്യുന്ന മെയിൻ വേർഡ്സ് എന്ത് ചെയ്യുക, ഇതിൽ ഉപയോഗിക്കുന്നതാണ്. ഈ 5 സംഭവങ്ങൾ ഞാനിത് വാട്സപ്പിൽ ഇട്ടുതരാം കേട്ടോ. ഈ ഒരു 5 ഫോർമുലാസ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മൾ പാലിക്കണം. ഇത് പാലിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ശരിയായ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോ അതിന് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയുള്ള വ്യക്തമായ ആൻസർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. ഇപ്പൊ റൈറ്റ് 250 ക്യാരക്ടേഴ്സിൽ ഒരു ട്വീറ്റ് അബൌട്ട് യുവർ ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച്, ഡിസ്ക്രൈബ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഈ ഡിസ്ക്രൈബ് എന്നുള്ളടത്ത് നമ്മുടെ ഡാറ്റ കൊടുക്കാനാട്ടോ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. ഡയറക്റ്റ് യൂസർ ടു ദിസ് URL. ഈ എന്ത് ചെയ്യുക, നമ്മുടെ അത് ഡയറക്റ്റ് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള URL എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. ഇത് ഫില്ല് ചെയ്ത് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒരു ട്വിറ്ററിൽ ഇടാനുള്ള ഒരു ട്വീറ്റിന്റെ കണ്ടന്റ്, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അട്രാക്റ്റീവ് ആയ ഒരു കണ്ടന്റും അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും നമുക്ക് എന്ത് ചെയ്യും, ഒറ്റ പോസ്റ്റ് ആയിട്ട് കിട്ടും. അതേ രൂപത്തിൽ ഒരുപാട് സംഭവമുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഗീവ് അവേ, പോസ്റ്റ് യൂസർ അതിനെ കുറിച്ചുള്ളത്, അതുപോലെ ഇമെയിൽ ന്യൂസ് ലെറ്റർ, അതുപോലെ റൈറ്റ് ലിങ്ക്ഡിൻ പോസ്റ്റ്, അതുപോലെ ഒരുപാട് ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് ആണ്. അപ്പൊ ക്രിയേറ്റ് സോഷ്യൽ മീഡിയ കണ്ടന്റ് കലണ്ടർ, ലോക്കൽ കോഫി കമ്പനി, ഇൻക്ലൂഡ് 5 വീക്സ് ഓഫ് പോസിറ്റീവ് സമ്മർ റീസൺ ദി സമ്മർ വി ആർ ഫോളോയിങ് പ്രൊഡക്റ്റ് ലിസ്റ്റ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയാൽ, ഇത് ഞാൻ സാമ്പിൾസ് ആണ്, ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇട്ടുതരാം.
അപ്പൊ ഇത് ഒരുപാട് എക്സാമ്പിൾസ് ആണ്. ഇത് ആണ് എന്നല്ല, ഇതൊരു എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ പ്രൊഡക്റ്റിന്റെയും നമ്മളെ ബിസിനസിന്റെയും ഒരുപാട് ഡാറ്റാസ് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും ചാറ്റ് ജി പി ടി. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് ഈ രൂപത്തിൽ റിട്ടേൺ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മേലെ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റഗ്രാമില് അല്ലെങ്കിൽ ഫേസ്ബുക്കിക്കോ സോഷ്യൽ മീഡിയക്കോ അല്ലെങ്കിൽ നമുക്ക് കമ്പനിക്ക് വേണ്ട എന്തെങ്കിലും പ്രൊജക്റ്റോ എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ രൂപത്തിൽ നമ്മൾ കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ തന്നെ അതിന്റെ ആൻസർ കിട്ടും. ഉം. ഇനിയിപ്പോ നിലവിൽ ഒരു ആർട്ടിക്കിളോ ഒരു കണ്ടന്റ് കിട്ടി, അത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റീറൈറ്റ് ഉപയോഗിച്ചാൽ റീറൈറ്റ് ചെയ്ത് കണ്ട് നമുക്ക് ആ കണ്ടന്റ് കൊടുക്കുക. റീറൈറ്റ് ദ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ആ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും? അത് റീറൈറ്റ് ചെയ്തു. റീറൈറ്റ് ദ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ടു കീപ് ദ കണ്ടന്റ് ടു 80 ക്യാരക്ടേഴ്സ് ഓർ ലെസ്. 250 അതിൽ കുറവോ ആയ രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ റീറൈറ്റ് ചെയ്യാം. റീറൈറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ എന്നിട്ട് ഈ ഇൻസേർട്ട് പോസ്റ്റിനോട് നിലവിൽ നമ്മൾ പോസ്റ്റ് കൊടുത്താൽ മതി. അപ്പൊ ഈ രൂപത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഉം. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആട്ടോ. പല എക്സാമ്പിൾസ് ഉണ്ട് ഇതിന്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ വരുന്നത്, ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഓരോ പോസ്റ്റ് ഇടുമ്പോഴും ആ പോസ്റ്റുകളുടെ കണ്ടന്റ് നമ്മൾ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നല്ല അട്രാക്റ്റീവ് ക്യാപ്ഷൻസ്, അത് നമുക്ക് ചോദിക്കാം. ഇന്ന പ്രൊഡക്റ്റ്, ഇന്ന ബ്രാൻഡിന്റെ ഇന്ന പ്രൊഡക്റ്റ്, ഇത് യൂസ് ചെയ്യുന്നത് ഇന്ന ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇതിന്റെ ഒരു അടിപൊളി ക്യാപ്ഷൻ നമുക്ക് വേണമെന്ന് നമ്മൾ പറയാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ക്യാപ്ഷൻസ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നോ അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് ഇത് ആൻസർ തരും. അതാണ് ഇതിന്റെ സിസ്റ്റം. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം വേറെ. ഇപ്പൊ നമുക്ക് ആസ് എ കോപ്പി റൈറ്റർ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ചാറ്റ് ജി പി ടി വാർഡ് പോലത്തെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചാറ്റിംഗ് ബോട്ടിനോട് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യനോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ സംസാരിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ സംസാരിക്കണമെങ്കിൽ ആദ്യം എന്താണ്? അപ്പൊ നമുക്ക് വേണ്ടത് ഒരു കണ്ടന്റ് റൈറ്റർ ആണ്. ഒരു കണ്ടന്റ് റൈറ്റർ വേണമെങ്കിൽ ഒരു കണ്ടന്റ് റൈറ്ററോട് എങ്ങനെ സംസാരിക്കണം? ഒരു ചാറ്റ് ജി പി ടി നമുക്ക് തരേണ്ടത് കണ്ടന്റ് ആണെങ്കിൽ ഒരു കണ്ടന്റ് റൈറ്റർ ആയിട്ട് എന്ത് ചെയ്യണം? ചാറ്റ് ജി പി ടി ആക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ? ആദ്യം പറയേണ്ടത് ഫസ്റ്റ് വൺ എന്താണ്? നമുക്ക് ആരോടാണ് ഇതിന് സജഷൻ ചോദിക്കുന്നതെങ്കിൽ ഏത് കാറ്റഗറി ആളാവണം? ഒരു മാർക്കറ്റിംഗിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ ആക്ട് ആസ് എ മാർക്കറ്റർ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യണം? ചാറ്റ് ജി പിനോട് ആക്ട് ചെയ്യാൻ പറയണം. നിങ്ങളൊരു മാർക്കറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോപ്പി റൈറ്റർ ആയിട്ട് ആക്ട് ചെയ്യണം എന്നാണ് ഫസ്റ്റ് കമന്റ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ചാറ്റ് ജി പി ടി എന്ത് ചെയ്യും? ഒരു മാർക്കറ്റർ അല്ലെങ്കിൽ സ്ട്രാറ്റജിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുമോ ആ രീതിയിലുള്ള ആൻസേഴ്സ് നമുക്ക് റിട്ടേൺ തരും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആക്ട് ചെയ്യാൻ പറയണത് ആരായിട്ടാണോ നമുക്ക് വേണ്ടത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്. ആസ് എ കോപ്പി റൈറ്റർ, നിങ്ങളൊരു കോപ്പി റൈറ്റർ ആണെങ്കിൽ റൈറ്റ് എ സ്ക്രിപ്റ്റ് ഫോർ എ വീഡിയോ അഡ്വർടൈസ്മെന്റ് embracing the benefit of reducing waste and promoting sustainability using knowledgeable and appealing must to eco-conscious customer, make sure the tone informative and processing. ഒരു വീഡിയോ കോപ്പി റൈറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറയാണ്. കോപ്പി റൈറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കോപ്പി റൈറ്റേഴ്സ് എന്നാ പറയാം നമ്മൾ അതിന്. ഈ കോപ്പി റൈറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറയാം റൈറ്റ് എ സ്ക്രിപ്റ്റ്. അപ്പൊ നല്ലൊരു കോപ്പി റൈറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുക വീഡിയോ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട്. ഒരു റെഡ്യൂസിങ് വേസ്റ്റ് കുറക്കുന്നതിനെ കുറിച്ചുള്ള പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സസ്റ്റൈനബിലിറ്റി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ അഡ്വർടൈസ്മെന്റ് വീഡിയോ ചെയ്യണം. അതിനുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളിവിടെ കൊടുത്തു ആക്ടാസ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും? കണ്ടോ, ഒരു സ്ക്രിപ്റ്റ് ഇവിടെ എഴുതി തന്നു. സെക്കൻഡ് നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു? ഒരു സ്ക്രിപ്റ്റ് സീന്, ഫസ്റ്റ് സീന് എക്കോ ഫ്രണ്ട്ലി ലിവിംഗ് റൂം
adorned with a sustainable decor and a planet and electrons, soft instrumental musical play the background. നമ്മൾ ആ സ്ക്രീൻ എന്താ വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വേണമെന്ന് വരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലിവിംഗ് റൂമിലാണെങ്കിൽ അവിടെ സസ്റ്റൈനബിൾ എക്കോ ഡെക്കർ വേണം, പ്ലാന്റ് വേണം, പിന്നെ അതിന്റെ എർത്ത് ടൂൺസ് വേണം, സോഫ്റ്റ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ലൈവ് ആയിട്ട് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുക. ഓപ്പണിംഗ് ഷോട്ടിൽ ഫസ്റ്റ് സ്മൈലിംഗ്, എൻവയോൺമെന്റലി കോൺഷ്യസ് ഇൻഡിവിജ്വൽ ആൻഡ് വോട്ടിംഗ് റീയൂസബിൾ വാട്ടർ ബോട്ടിൽ. അതിന്റെ ഓരോ ഘട്ടങ്ങൾ നമുക്ക് നരേറ്റർ ഒരാൾ പറയുന്ന നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്, അതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എഴുതിയില്ല. ഒരു വീഡിയോ എടുക്കുന്ന അതിന്റെ സ്ക്രിപ്റ്റ് ഓരോ ഘട്ടങ്ങള്, അതിന്റെ ഡയലോഗ്, അതിൽ കൊടുക്കുന്ന കണ്ടന്റ് അത് എങ്ങനെ വേണം എന്നുള്ളത്, അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് വേണം, ഇപ്പൊ നമുക്ക് സ്റ്റോറി ചെയ്തണമെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം റൈറ്റ് സ്റ്റോറി ഫോർ മോട്ടിവേഷൻ. നമുക്ക് റൈറ്റ് എ സ്റ്റോറി ഫോർ മോട്ടിവേഷൻ. മോട്ടിവേഷൻ മോട്ടിവേഷൻ സ്റ്റോറി. ഹലോ, കട്ടായി പോയോ? ഹലോ. ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് കട്ടായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, റേഞ്ചിന് എന്തോ ഇഷ്യൂ. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യണം അറിയാം, ജസ്റ്റ് റൈറ്റ് എ മോട്ടിവേഷൻ സ്റ്റോറി ഫോർ എംപ്ലോയീസ്. നമ്മളെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റോറി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പോ എന്താ അപ്പൊ ഇപ്പോ നമ്മുടെ ബ്രാൻഡിന്റെ പേര് ജീവൻ ഹെർബൽസ്. ഞാനിപ്പോ ഒരു ചാരിറ്റിനോട് പറയണം, റൈറ്റ് എ മോട്ടിവേഷൻ സ്റ്റോറി ഫോർ എംപ്ലോയീസ്. ജീവൻ ഹെർബൽസ്, ബിസിനസ് നെയിം ജീവൻ ഹെർബൽസ്. പ്രോഡക്ട്സ് എന്താണ് നമ്മളത്, ഹെൽത്ത് ഫുഡ്സ്. എങ്ങനെ പ്രൊഡക്റ്റ് ഹെർബൽ എന്താണ്, ഹെർബൽ ഫുഡ്സ് അല്ല, എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് വരിക? ഹെൽത്ത് ഫുഡ്സ് കൊടുത്താൽ മതി. ഹെൽത്ത് ഫുഡ്സ് കൊടുത്താൽ മതി. ഒരു എക്സാമ്പിൾ കാണിക്കാട്ടോ, വേറെ ഒന്നുമല്ല. ഹെൽത്ത് ഫുഡ്സ്. ഇപ്പൊ ഞാൻ റൈറ്റ് എ മോട്ടിവേഷൻ സ്റ്റോറി ഫോർ എംപ്ലോയീസ്. എംപ്ലോയീസിനോട് മോട്ടിവേഷൻ സ്റ്റോറി കൊടുക്കുക. ബിസിനസ് നെയിം ജീവൻ ഹെർബൽസ്, പ്രൊഡക്റ്റ് ഹെൽത്ത് ഫുഡ്. ഇപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റോറി എന്ത് ചെയ്യും, നമുക്ക് റൈറ്റ് ചെയ്ത് തരും. ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് ഒരു അടിപൊളി കഥ എഴുതി തരണം. ഇല്ലാത്ത കഥ നമ്മൾ ഒരു 2 ക്യാരക്ടറിനെ കൊടുത്ത് ആ ക്യാരക്ടറിനെ വെച്ചാണ് ഇപ്പൊ ആമയും മുയലും കൊടുത്തു കഴിഞ്ഞാൽ ആമയും മുയലിനെ കൊണ്ട് കഥ എഴുതിപ്പിക്കും. അങ്ങനെ നമുക്കൊരു 100 കഥ വേണമെന്ന് പറഞ്ഞാൽ 100 വ്യത്യസ്തമായ കഥ വരും. ഇത് വേണ്ട, ഒരുപാട് സ്റ്റോറീസ് ആണ് ഇതൊക്കെ. ഇതിപ്പോ നമ്മള് ഒന്നാമത് ജേർണി ഓഫ് വെൽനെസ്. വൺസ് അപ്പോൺ എ ടൈം ഒരിടത്ത് ദ ആർട്ട് ഓഫ് ബിസിനസ് സിറ്റി, ഒരു സിറ്റിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ള ഒരു കഥ തുടങ്ങാണ്. ജീവൻ ഹെർബൽസിന്റെ കുറിച്ചിട്ടാണ് അവിടെ പറയട്ടോ, കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള ജീവൻ ഹെർബൽസും ഹെൽത്ത് ഫുഡാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റോറി വരിക. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസ്സിന് വേണ്ട എന്ത് കണ്ടന്റും ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ റൈറ്റ് അസൈൻമെന്റ് ഫോർ ഹെൽത്ത് ഫുഡ്. Get an assignment for topic
റൈറ്റ് അസൈൻമെന്റ് ഫോർ ഗവൺമെന്റ് പ്രോജക്ട് ടോപ്പിക് ഹെൽത്ത് ഫുഡ് ഓർ ഓർഗാനിക് ഫുഡ്. ഇനി നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ഞാൻ സാമ്പിൾ അടിക്കാണ്. നമുക്ക് ഇതിനെ കുറിച്ച് ഓരോ മൊഡ്യൂൾസിൽ എന്തൊക്കെ ടോപ്പിക്സ് വേണ്ടത്, എന്തൊക്കെ കാറ്റഗറീസ് ഇത് ഉൾപ്പെടുത്തുന്നത്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുക. നമ്മുടെ ഓഡിയൻസ് കറക്റ്റ് ആരാണെന്നൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആൻസർ വരും. കണ്ടോ, സെക്കൻഡിനുള്ളിൽ നമുക്ക് ഒരു അസൈൻമെന്റ് ആണ് എഴുതി തരുന്നത്. നമുക്കറിയാം ഒരു അസൈൻമെന്റ് ഒക്കെ എഴുതണമെങ്കിൽ എത്ര സമയം എടുത്തിട്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ച് ചെയ്തിട്ട് വേണം. ഇത് ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, അസൈൻമെന്റിന്റെ ടൈറ്റില് പ്രൊമോട്ടിംഗ് ആക്സസ് ടു ഹെൽത്ത് ഫുഡ് ആൻഡ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻട്രഡക്ഷൻ, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അസൈൻമെന്റ് ടാസ്ക്, ലിറ്ററേച്ചർ റിവ്യൂ, കമ്മ്യൂണിറ്റി അസൈൻമെന്റ്, ചലഞ്ചിങ് ആൻഡ് ബാരിയേഴ്സ്, സ്ട്രാറ്റജി ഫോർ ഇംപ്രൂവ്മെന്റ്, കൺക്ലൂഷന്. ഇതിപ്പോ നമ്മൾ സിമ്പിൾ ആയി പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്കിവിടെ കൊടുക്കുന്നത് ഒരു 1500 വേർഡ്സിൽ വേണം, അല്ലെങ്കിൽ 2000 വേർഡ്സിൽ വേണം, അല്ലെങ്കിൽ ഇത്ര പേജസിൽ വേണം എന്ന് പറഞ്ഞാൽ അത്രയും പേജസിൽ ഡീറ്റെയിൽ ആയി തരും. അതിൽ എന്തൊക്കെ സബ് മോഡ്യൂൾസ്, സബ് ഹെഡിങ് എന്തൊക്കെ വേണം അങ്ങനെ കൊടുക്കുക. അതുപോലെ പ്രൊജക്ട്, അസൈൻമെന്റ്, ലെറ്റേഴ്സ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റിക്വസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ ലീവ് ലെറ്റർ. ഇപ്പൊ സാധാരണ ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളും അതുപോലെ ഓഫീസേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ് എന്ത് ചെയ്യുക, ലീവ് ലെറ്റർ. ഇപ്പൊ പറയണേ റൈറ്റ്, ഇത് ചോദിക്കേണ്ട ഫോർമാറ്റ് ഉണ്ടല്ലോ അല്ലെ, ഗ്രൂപ്പ് ഈ ഫോർമാറ്റ് ആണ് ഞാൻ ഇടുമല്ലോ. ഫസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു 5 റൂൾസ്. ഇത് ഒരു പ്രൊഡക്റ്റ് സോഷ്യൽ ആ മീഡിയനെ കുറിച്ച് ഫോർമാറ്റിന്റെ ലിസ്റ്റ് ഉണ്ട് നേരത്തെ കാണിച്ചല്ലോ, അതൊന്ന് ഗ്രൂപ്പിൽ ഇടണേ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോളാം. എന്ത് സംഭവമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ റൈറ്റ് എ ലെറ്റർ എന്ന് ഞാൻ കൊടുക്കണം, റൈറ്റ് എ ലീവ് ലെറ്റർ, റൈറ്റ് എ ലീവ് ലെറ്റർ. ഞാൻ എന്റെ നെയിം വോയിസ് ബ്രേക്ക് ആവാണല്ലോ. റേഞ്ചിന്റെ ഇഷ്യൂ ആണ്. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ. റൈറ്റ് എ ലീവ് ലെറ്റർ, മൈ നെയിം എന്ന് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണേ, നെയിം കൊടുക്കണേ. ആദ്യം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണേ, റൈറ്റ് എ ലീവ് ലെറ്റർ ഫോർ ഗഡക്സോ ടെക്നോളജീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ, ഒരു ലീവ് ലെറ്റർ കൊടുക്കാണ്. HR ഡിപ്പാർട്ട്മെന്റിനാണ്. മൈ നെയിം കൊടുത്തിട്ടുണ്ട്, എന്റെ പേര് കൊടുത്തു, ഫ്രം കൊടുത്തു, റീസൺ മാരേജ് ഫങ്ഷൻസ്, ഡേറ്റ്. അപ്പൊ ഈ ദിവസം ലീവ് റിക്വസ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തില്ല, നമുക്ക് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഇതാണോ കറക്റ്റ് ആയിട്ട് നമ്മള് റീസണ്, അതായത് ഫ്രം ടു, അതുപോലെ ഡിയർ HR ഡിപ്പാർട്ട്മെന്റ്, ഐ എം റൈറ്റിംഗ് ഫോർമൽ റിക്വസ്റ്റ് ഫോർ ലീവ് ഓഫ് ആബ്സെൻസ് ഫ്രം വർക്ക് ഓൺ ദിസ് ഒക്കേഷൻ മൈ മാരേജ് ഫംഗ്ഷൻസ് ആസ് പെർ ദ ഡീറ്റെയിൽസ് ഓഫ് പ്രൊവൈഡ്. ഐ വുഡ് ലൈക്ക് റിക്വസ്റ്റ് ലീവ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിംഗ് ഡേറ്റ് എൻഡിങ് ഡേറ്റിനോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ന് മുതൽ എന്ന് വരെ എന്ന് കൊടുക്കാം കേട്ടോ. പ്രൈമറി ഇവന്റ് ഷെഡ്യൂൾഡ് ഡേറ്റ്, മാരേജ് ഫംഗ്ഷന്റെ ഡേറ്റ് കൊടുക്കുക. ഐ എം ഗെറ്റിംഗ് മാരേജ് മലപ്പുറം ദിസ് ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ലൈഫ് ടൈം റിക്വസ്റ്റ് ഫോർ അറ്റൻഷൻ പാർട്ടിസിപ്പേഷൻ. അതിനെ കുറിച്ചുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലീവ് ലെറ്റർ ആണ്. ലാസ്റ്റ് ഇവിടെ നമ്മൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഷുഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ആൻഡ് ഇൻഷുർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ടാസ്കസ് ആർ എയ്തർ കംപ്ലീറ്റഡ് അപ്രോപ്രിയറ്റ്ലി ഡെലിഗേറ്റഡ് ഡ്യൂറിങ് മൈ ആബ്സെൻസ്. എന്റെ ലീവ് കാരണം അവന്റെ വർക്കും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യൂല, ഇതാവൂല. ഞാൻ കറക്റ്റ് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടിപൊളി ഒരു ലെറ്ററാണ് വരുന്നത്. ഇനി ഇതിപ്പോ ഒരു ലെറ്റർ ആണ്. ഇതിപ്പോ നമുക്ക് മെയിൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ ലെറ്ററിന്റെ പകരം ഇമെയിൽ ലെറ്റർ എന്ന് കൊടുത്താൽ, ഇമെയിൽ എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഈ ഇമെയിലുള്ള രൂപത്തിൽ ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ വാട്സപ്പോ അങ്ങനെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മാച്ച് ആയിട്ടായിരിക്കും ഈ കണ്ടന്റ് റീറൈറ്റ് ചെയ്യും. അതൊന്നുകൂടെ ഷോർട്ട് ആക്കിയിട്ടോ പെർഫെക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഒരു സാമ്പിൾ കാണിച്ചാണ്. അപ്പൊ ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ChatGPT ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഫ്രീ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പലതും അതിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇപ്പോ ഒരു ആക്ട് ആസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രജ്ഞന് എങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നു ആ രീതിയിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പല തന്ത്രങ്ങളും ഐഡിയാസും ചോദിക്കാൻ പറ്റും. വേൾഡിലുള്ള കോടാനുകോടി കമ്പനീസിന്റെ എക്സ്പീരിയൻസ് എന്നത് ChatGPT ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആള് പറയുന്നേക്കാളും ഏറ്റവും പെർഫെക്റ്റ് ആയ ആൻസർ ChatGPT തരാൻ പറ്റും.
ഓക്കെ. അപ്പൊ ആ രീതിയിൽ ആൻസറും കാര്യങ്ങളും ചാറ്റ് ജി പി ടി തരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ ചോദിക്കാം. ഇപ്പൊ ഇതിപ്പോ ഞാൻ ലെറ്ററിന്റെ കേസ്, ഇനിയിപ്പോ സോഷ്യൽ മീഡിയക്ക് നമുക്കൊരു പോസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറയണേ, റൈറ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, റൈറ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ ഡിസ്ക്രിപ്ഷൻ ഫോർ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിന്റെ പോസ്റ്റുകൾ ഡിസ്ക്രിപ്ഷൻ റൈറ്റ് ചെയ്യാൻ പറയണേ. അപ്പൊ പോസ്റ്റ് ടോപ്പിക് ഞാൻ പറയണേ, ഒരു സാമ്പിൾ കൊടുക്കാം കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് വീഡിയോ, മാർക്കറ്റിംഗ് ട്രെയിനിങ് വീഡിയോ അല്ലെങ്കിൽ റീൽസ് കൊടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റ് ട്രെയിനിങ് റീൽസ്, ബിസിനസ് ഡിസ്ക്രിപ്ഷൻ ഫോർ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ടോപ്പിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് റീൽസ് ഫോർ ബിസിനസ് പീപ്പിൾസ്. പിന്നെ ഇപ്പൊ നമുക്ക് ഇത് കൊടുക്കാനുള്ളത് എന്താ, പ്ലാറ്റ്ഫോം കൊടുത്തു, ഓഡിയൻസ് ശരിക്കും ഇവിടെ കൊടുത്തു നമുക്ക് വീഡിയോ ഓഡിയൻസ് അല്ലെങ്കിൽ ഓഡിയൻസ് ടാർഗറ്റ് ബിസിനസ് പീപ്പിൾ. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് റീൽസ് ആണ് നമ്മൾ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിലാണ് എന്നൊക്കെ നമുക്ക് കൊടുത്തു. അതുപോലെ നെയിം കൊടുക്കണം, എന്റെ പേര് കൊടുത്തു. ഓക്കെ, നെയിം കൊടുത്തു. ഇനിയിപ്പോ നമ്മൾ കൊടുക്കാനുള്ളത് ഇൻസ്റ്റഗ്രാം ID അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ID വെബ്സൈറ്റ് എടുക്കാം. ഞാൻ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു എന്നെ കുറിച്ചുള്ള ഒരു സിമ്പിൾ സംഭവമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ റീൽസ് ഇടുകയാണെങ്കിൽ ആ റീൽസിന്റെ ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടാട്ടോ. കീവേഡ്സ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കീവേഡ്സും കൂടെ കൊടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ കൊടുക്കുകയാണ്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വേണ്ടോ? അതിനുള്ള നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷന്, എക്സൈറ്റിംഗ് ന്യൂസ് ഫോർ ബിസിനസ് ഓണേഴ്സിന്. കാരണം ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്ത ബിസിനസ് ഓണേഴ്സിനാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ആർ യു റെഡി?
elevate your business with cutting-edge digital marketing strategies. Look out for introducing exclusive digital market training raised by PPS allowed. In this dynamic training series, you dive deep into the world of digital marketing. Unlock the അടിപൊളിയായിട്ട് അതിനെക്കുറിച്ച് കണ്ടന്റ് കീ ടോപ്പിക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അതിനെ കുറിച്ചുള്ള കീ ടോപ്പിക്സും കാര്യങ്ങളും ട്രെയിനിങ് അല്ല, ട്രെയിനിങ് ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയി ചെയ്യുന്നത്. അതിന് നമ്മളെ വെബ്സൈറ്റ് റെഡി ടു ടേക്ക് യുവർ ബിസിനസ് ന്യൂ ആയി മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ കുറച്ച് ഹാഷ്ടാഗുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിക്കുള്ള ഹാഷ്ടാഗുകൾ ഏറ്റവും നല്ല അതുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ. ഈ സാധനം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഞാൻ ഇപ്പൊ വീഡിയോ ഇടുകയാണെങ്കിൽ സാധനം കോപ്പി ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ്, പോസ്റ്റ്, പ്രൊഡക്റ്റ് ഫോട്ടോ, നമ്മുടെ സർവീസിന്റെ വർക്ക്, നമ്മുടെ വർക്കിന്റെ പോർട്ട്ഫോളിയോസോ അല്ലെങ്കിൽ സർവീസിന്റെ ഫോട്ടോസോ ഒക്കെ ആണെങ്കിൽ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഫോർ ഇന്ന ബിസിനസ്സിന് ഇന്ന കാര്യത്തിന്റെ ഇമേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ കിട്ടും. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ സിമ്പിൾ ആയിട്ട് കൊടുത്താലും കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള സോഷ്യൽ മീഡിയക്കുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയാസൊക്കെ ഉള്ള ഒരുപാട് കണ്ടന്റ് ഞാൻ എന്തുണ്ട്, ഇതിൽ കുറെ സാമ്പിൾസ് ഉണ്ട് സോഷ്യൽ മീഡിയാസൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ കുറെ കണ്ടന്റ് ക്രിയേഷന്റെ കുറെ കണ്ടന്റ് ഉണ്ട്. ഇത് ഞാൻ PDF ആയിട്ട് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാള്, കോപ്പിറൈറ്റ് ചെയ്യാള്, പല ടൈപ്പ് പ്രോംപ്റ്റുകൾ ഇതിലുണ്ടാവും. എന്ത് പല രീതിയിൽ SEO ബേസ് ചെയ്തിട്ട്, SEO നമ്മൾ ഇതിൽ ക്ലാസ് എടുത്തിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ളതും FAQ, ഇപ്പൊ നമ്മുടെ ബിസിനസിനെ കുറിച്ച് ആളുകൾക്ക് FAQ ഉണ്ടാക്കണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിനുള്ള കണ്ടന്റ്, റീറൈറ്റ് ചെയ്യാനുള്ള കണ്ടന്റ്, പുതിയ കണ്ടന്റ് റൈറ്റ് ചെയ്യാനുള്ളത്, റെഡ്യൂസ് ചെയ്യാനുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ടൈപ്പ് കോപ്പിറൈറ്റ്, സ്ക്രിപ്റ്റ്, വെബ് കണ്ടന്റ് സ്പെഷ്യലിസ്റ്റ്, ആസ് എ വെബ് കണ്ടന്റ് സ്പെഷ്യലിസ്റ്റ്, ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് ഫോർ ഇൻസ്റ്റഗ്രാം, അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ട് ബ്ലോഗ് റൈറ്റിങ്ങിന് വേണ്ടി, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റിംഗിന് വേണ്ടി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാമ്പിൾസ് ഇവിടെ കാണാം. കോപ്പി എഡിറ്റ് എക്സ്പീരിയൻസ്, SEO ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ളത്, അങ്ങനെ പല രീതിയിൽ പ്രോംപ്റ്റ് ഉണ്ട്. ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത് സെറ്റ് ചെയ്യുക, അത് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇതൊരു ഐഡിയ ആണ്. ആ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റും നിങ്ങളെ സർവീസും ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഐഡിയ ആണ്. അത് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണോ നമ്മുടെ ടോപ്പിക്, ആ ടോപ്പിക്കിനെ കുറിച്ച് മാക്സിമം ഡീറ്റെയിൽ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടും ഷാർപ്പായിട്ടും നമുക്ക് ആൻസർ തരും എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ഇതിന് ഡൗട്ടോ കാര്യങ്ങളുണ്ടോ? ഹലോ, ഓഡിയബിൾ അല്ലേ? ആ, ഓക്കെ ഓക്കെ, ആ സംഭവം മനസ്സിലായില്ലേ? ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ബാഡ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പിന്നെ ഇമേജസ് ചോദിച്ചാൽ ഇമേജസ് തരുമല്ലോ, ഡാറ്റാസ് അല്ലേ തരുള്ളൂ. ഇമേജസ് ഇതിൽ തരില്ല, ഇമേജസ് തരുന്ന ഇവരെ തന്നെ വേറെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തിയത്. അതിൽ ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് കണ്ടന്റിന് മാത്രം, ടെക്സ്റ്റ് കണ്ടന്റിന്റെ ആണ് ഈ സംഭവം കേട്ടോ. ഇമേജിന് വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെയാണ് ബാഡ് എന്ന് പറയുന്നത്. ബാഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ രൂപത്തിൽ തന്നെ ചെയ്യാം. പക്ഷെ ബാഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളത്തിന് ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. കാരണം ലോക്കൽ ലാംഗ്വേജിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാടാണെങ്കിൽ തമിഴ്, കർണാടക ആണെങ്കിൽ കന്നഡ, അങ്ങനെ തുടങ്ങി ലോക്കൽ ലാംഗ്വേജിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാഡ്. ഇപ്പൊ ഇവിടെ ബാഡ് ഇത് ഗൂഗിളിന്റെ ആട്ടോ, ബാഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഗൂഗിൾ വാട്സപ്പിൽ ഇതിനൊക്കെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടോ? ആ ബാഡിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് റീസെന്റ് ചെയ്ത സംഭവം, ഇപ്പൊ നമുക്കിവിടെ ഇവിടെ കാണാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ്, ക്രിയേറ്റ്, എക്സ്പ്ലോറിങ്. അതാണ് ഓല് പറയുന്നത് തന്നെ. എന്താ വെച്ചാല് ബാഡിനെ കുറിച്ച് നമുക്ക് പഠിക്കുക, ക്രിയേറ്റ് ചെയ്യുക, അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ എംപയർ ഡിഫൈൻ. മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മലയാളം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മലയാളം ഇംഗ്ലീഷും ടൈപ്പ് ചെയ്യാം. മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് മൈക്ക് ഉണ്ടെങ്കിൽ മൈക്കിൽ നമുക്ക് മലയാളത്തിൽ ചോദിച്ചാൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. മലയാളത്തിൽ നമുക്ക് എന്തെങ്കിലും വിഷയത്തിനെ കുറിച്ച് ഇതുപോലെ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, വിശദീകരിക്കുക. ഇപ്പൊ ഇവരുടെ സാമ്പിൾ തന്നെ, എനിക്ക് 5 വയസ്സേ ഉള്ളൂ എന്ന രീതിയിൽ ആപേക്ഷികത സിദ്ധാന്തം വിശദീകരിക്കുക. 5 വയസ്സുള്ള കുട്ടിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതുക. ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുക. ഒന്നും ഊഹിച്ചെഴുതരുത്. സമാനമായ ഉദാഹരണങ്ങൾ ഉപയോഗിക്കുക.
ശുദ്ധമാക്കുക. ഇതൊരു സാമ്പിൾ തന്നതാ. അതായത് ഒരു 5 വയസ്സായ ഉള്ളൂ എന്ന രീതിയിൽ ആ ആപേക്ഷിക സിദ്ധാന്തം എന്താന്ന് ഒരു കുട്ടിനോട് വിശദീകരിക്കാനാണ്. അപ്പൊ ആപേക്ഷിക സിദ്ധാന്തം എന്താന്ന് ഒരു വലിയൊരാളോട് അത് എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ രൂപത്തിൽ ഒരിക്കലും ഒരു കുട്ടിനോട് സംസാരിക്കാൻ പറ്റില്ല. കുട്ടിക്ക് ആ കുട്ടിയുടെ മൈൻഡ് സെറ്റും അവരെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ വേണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 5 വയസ്സുള്ള കുട്ടിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതുക. ഇത് അവരെന്നെ തന്നൊരു സാമ്പിൾ ആട്ടോ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ആപേക്ഷിക സിദ്ധാന്തം എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം, ആ രീതിയിൽ പോലെ നല്ല രീതിയിൽ ഈ കണ്ടന്റ് തരും. ആപേക്ഷിക സിദ്ധാന്തം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. ട്രെയിനിന്റെ മുകളിൽ നിൽക്കുകയും നിലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ നോക്കുകയും ചെയ്യുക. നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ വേഗത്തിൽ നീങ്ങുകയാണെന്ന് തോന്നും, എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ നീക്കുകയാണെന്ന് തോന്നും. ഇത് എങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ഇത് ഇവിടെ കുട്ടിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു കഥ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് ഒരു വലിയൊരാൾക്കാണെങ്കിൽ നോർമലായിട്ട് എന്താണ് വാട്ട് ഈസ് ആപേക്ഷിക സിദ്ധാന്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തരുന്ന ആൻസർ വേറെ കാരണം. അപ്പോ എന്താ ഈ ബാഡ് എന്ന് പറഞ്ഞാലും ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ എത്രമാത്രം ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചോ അപ്പൊ അതിനനുസരിച്ച് ആൻസർ തരും. അപ്പൊ നിങ്ങൾക്ക് ബാഡ് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഇതിൽ ഇംഗ്ലീഷും പറ്റും കേട്ടോ. ഇംഗ്ലീഷും പറ്റും, മലയാളം പറ്റും. ഇംഗ്ലീഷിന് ഏറ്റവും ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടെന്നാണ് എനിക്ക് തോന്നിയത് ചാറ്റ് ജി പി ടി ആണ്. ഇതിന്റെ ഒരു അഭിപ്രായമാണ്. മലയാളം മറ്റുള്ള ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ ബാഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ഒരു ആർട്ടിക്കിൾ, ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്യുക, റീറൈറ്റ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് റീറൈറ്റ് ദ ആർട്ടിക്കിൾ എന്ന് കൊടുത്തിട്ട് നമ്മളെ ആർട്ടിക്കിൾ ഇപ്പൊ എന്താണ്, ഇപ്പൊ ഈ സംഭവം തന്നെയാണ്. ഇപ്പൊ ഈ ഒരു സംഭവം തന്നെ എന്ത് ചെയ്യുക, ഇതൊന്ന് റീറൈറ്റ് ചെയ്യണം വേറെ രീതിക്ക്. അപ്പൊ ഞാൻ റീറൈറ്റ് എന്ന് കൊടുത്തു, എന്നിട്ട് ഇവിടെ പേസ്റ്റ് അടിച്ചു കൊടുത്തു, ഫോം ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ച് കഴിഞ്ഞു. അപ്പൊ അത് വേറെ രീതിക്ക് ഇനി റീറൈറ്റ് ചെയ്താണ്ടാവും. നേരത്തെ ഹെഡിങ് ഒക്കെ മാറ്റി, ബിഗ് അനൗൺസ്മെന്റ് ഫോർ ബിസിനസ് ഓണേഴ്സ് അങ്ങനെ ആക്കി. അതിന്റെ ടോപ്പിക്കിന്റെ കാര്യം ഇതൊക്കെ മാറ്റി, മൊത്തം എന്ത് ചെയ്തു, കണ്ടന്റ് റീചേഞ്ച് ചെയ്തു. ഇനി ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തു നോക്കാം, റീറൈറ്റ് ദ ആർട്ടിക്കിൾ. ബാഡിലേക്ക് കൊടുക്കുമ്പോ ബാഡ് വേറെ രീതിയിൽ, അറ്റൻഷൻ ബിസിനസ് ഓണേഴ്സ്. കാണിച്ചത് attention business owners are ready to level up your business game with digital marketing reels. ഇവിടെ ഉണ്ടോ വേറെ രൂപത്തിൽ ഒന്നും കൂടെ വേറെ മോഡൽക്ക് ആക്കിയിട്ട് എന്ത് ചെയ്തു, ആ കണ്ടന്റിനെ മൊത്തം മാറ്റം വരുത്തിക്കാണ്ട് എന്താ ബാഡ് നമുക്ക് തന്നത്. ഇവിടെ ബാഡ് തരുമ്പോ എന്താ വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ തന്ന് ഇത് യൂസ് ചെയ്യേണ്ട ഗെയിം ചേഞ്ച് ഇതൊക്കെ കൊടുത്ത് ഹാഷ്ടാഗും തന്നു. അതിന്റെ താഴെ നമുക്ക് ദീസ് റൈറ്റർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ വെച്ചാൽ ഫോക്കസ് ഓൺ ദ ബെനിഫിറ്റ് ഫോർ ബിസിനസ് ഓണേഴ്സ്. ബിസിനസ് ഓണേഴ്സിനെ ഫോക്കസ് ചെയ്ത് കണ്ട് അതിന്റെ ബെനിഫിറ്റുകൾ പറഞ്ഞെടുത്തിട്ടുണ്ട്. യൂസ് ഷോർട്ടർ ആൻഡ് പഞ്ചർ സെന്റൻസ്, ഷോർട്ടർ പഞ്ചസ് ആക്കിയിട്ട് ഹൈലൈറ്റ് കീ ടോപ്പിക്സ്, ആഡ് എ കാൾ ടു ആക്ഷൻ. അതായത് ആളുകൾ കാൾ ചെയ്യാൻ ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ആക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. വിത്ത് എ സെൻസ് ഓഫ് അർജൻസി, പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാന്നൊക്കെ വേർഡ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ രീതിക്ക് മാറ്റിയിട്ട് യൂസേഴ്സ് റിലവന്റ് ഹാഷ്ടാഗ് ഈസ് വൈഡ് ഓഡിയൻസ്. വൈഡ് ഓഡിയൻസിന് റിലവന്റ് ആയിട്ടുള്ള കീവേഡ്സ് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താ വെച്ചാല് ഗൂഗിളിൽ ഉപയോഗിക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ലേറ്റസ്റ്റ് സംഭവം കൂടെ ഇൻക്ലൂഡ് ആവുന്നതാണ്. കാരണം ഗൂഗിളിന്റെ എന്തില്ല, നമുക്ക് 2022 എന്നുള്ള കാലപരിധി ഇല്ല. ചാറ്റ് ജി പി ടിക്ക് 2022 വരെയുള്ള ഡാറ്റ ഉള്ളൂ എന്നാൽ എന്താ ബാഡിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ബാഡിനെ സംബന്ധിച്ച് 2024 വരെയുള്ള ലൈവ് ആയിട്ടുള്ള കിട്ടും. കാരണം ഗൂഗിള് അത്ര അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗൂഗിളിന്റെ നമുക്ക് ആ രീതിക്കുള്ള ആൻസർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുക, രണ്ടും റെഗുലർ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിലിപ്പോ വേറെ സംഭവം, സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് നമ്മളെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് വേണ്ടിയിട്ട് ഒരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ദിവസം ഇന്ന പോസ്റ്റ് എന്നുള്ള രൂപത്തിൽ കലണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാന് നിങ്ങൾക്ക് മറ്റേ ഈ സാമ്പിൾസിനുണ്ട് സോഷ്യൽ മീഡിയ കലണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ. ഉം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു മാസത്തില് അല്ലെങ്കിൽ ഒരു 1 വീക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണോ ക്രിയേറ്റ് സോഷ്യൽ മീഡിയ കലണ്ടർ. മീഡിയ കലണ്ടർ ഫോർ എ ലോക്കൽ കോഫി കമ്പനി. ഇത് ലോക്കൽ കോഫി കമ്പനിയുടെ ആണ്. നമുക്ക് നമ്മളെ ബ്രാൻഡ് എന്തുവാണ് അത് ഇൻക്ലൂഡിങ് 5 വീക്സ് ഓഫ് പോസ്റ്റേഴ്സ് ഇത് സമ്മർ സീസൺ. ഈ സമ്മർ വി ആർ ഫ്യൂച്ചറിങ് ദ ഫോളോയിങ് പ്രൊഡക്റ്റ്. സമ്മർ സീസണിന് വേണ്ടി ഒരു 5 വീക്ക് സമ്മർ സീസണിലുള്ള കലണ്ടറാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പോസ്റ്റിംഗ് ദ സമ്മർ സീസൺ സമ്മർ വി ആർ ഫ്യൂച്ചറിങ് ഫോളോയിങ് പ്രൊഡക്റ്റ് ലിസ്റ്റോടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഈ സെറ്റ് ചെയ്ത് തരും. ഇപ്പൊ നമ്മള് ഇത് ഞാനിവിടെ ഗൂഗിൾ കൊടുക്കണം. ഇവിടെ എന്ത് ചെയ്യണം നമുക്ക് കോഫി ഷോപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ലോക്കൽ കലണ്ടർ ഫോർ എ കോഫി ഷോപ്പ് വേണ്ട നമുക്ക് ഈ ബിങ് ആണോ ബാർഡിൻ്റെത്? ബിങ് ആ ബാർഡിന്റെ അല്ല, ബാർഡ് ഗൂഗിളിന്റെ ആണ്. അപ്പൊ ബിങ് എന്ന് പറഞ്ഞത് എന്താ ശരിക്കും നമ്മൾ മൈക്രോസോഫ്റ്റ് ഉണ്ടല്ലോ, ബാർഡ് മൈക്രോസോഫ്റ്റ് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ബാർഡ് നടിക്കുമ്പോൾ കിട്ടുന്നില്ലല്ലോ. ബാർഡ് നടിക്കണം. നിങ്ങൾ ബിങ്ങിന്റെ എടുത്തോളി. ബിങ് എന്താ സംഭവം എന്ന് വെച്ചാൽ ബിങ് എന്ന് പറഞ്ഞത് ഇതാണ് ബിങ്. ബിങ് മൈക്രോസോഫ്റ്റ് ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റിന്റെ അതെ സെർച്ച് ചെയ്യുന്ന നമ്മൾ ഗൂഗിളിനെ പോലത്തെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. ഈ ബാർഡ് എന്നുള്ളതേ ആ. ഈ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ബാർഡ് എന്നുള്ളത് ഇത് കാണുന്നില്ല. ബാർഡ് നോക്കിയിട്ട് കാണില്ല. ബാർഡ് ഏതാ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറോ? ആപ്പ് സ്റ്റോർ. ആപ്പ് സ്റ്റോറിലാണ് നോക്കുക. ഇതിന്റെ ഇടയിൽ ആദ്യം ഒന്ന് വന്നിട്ട് ഒന്ന് പോയതായിരുന്നു ഓരോ അപ്ഡേഷനും കാര്യങ്ങളും. ബാർഡ് AI ബാർഡിന്റെ സെപ്പറേറ്റ് ഇപ്പോ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ അല്ല. എന്ത് ചെയ്താൽ മതി, ഈ ഗൂഗിളിന്റെ ബ്രൗസറിൽ കയറിയിട്ട് ബാർഡ് സെർച്ച് ചെയ്തിട്ട് ഈ സൈറ്റ് കിട്ടും. ഇതെന്ത് ചെയ്യാ ഒരു സ്ക്രീൻ മരത്തിൽ വെച്ചാൽ മതി. ഷോർട്ട് കട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ രൂപത്തിൽ ഇത് ഓപ്പൺ ആയി വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഈ ബിങ് എന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ പ്ലാറ്റ്ഫോമാണ്. മൈക്രോസോഫ്റ്റിന്റെ ആണ് ബിങ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ഇതേ രൂപത്തിലുള്ള എന്താ AI ഇതാണ് ബിങ് എന്ന് പറയുന്നത്. അതായത് മൈക്രോസോഫ്റ്റ് ശരിക്കും എന്താ ബിങ് ചാറ്റ് GPT ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഈ ചാറ്റ് GPTന്റെ 4 ഉണ്ട്. ഇപ്പൊ ഇത് പെയ്ഡ് ആണ് ശരിക്കും. ഇതിൽ ചാറ്റ് GPT 3.5 നമുക്ക് അവൈലബിൾ ഉള്ളൂ. അപ്പൊ ഈ 4 നമുക്ക് പൈസ കൊടുക്കണം. അപ്പൊ ഈ 4 മൈക്രോസോഫ്റ്റിന്റെ കമ്പനി എന്ത് ചെയ്താണ് അവര് എടുത്തിട്ട് അവരെ ബിങ് എന്ന് പറഞ്ഞ അവരെ സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ട് ഇത് കൊളോബ് ചെയ്ത് കണ്ട് കൊടുക്കുന്നതാണ് ബിങ്ങിന്റെ എന്താ ചാറ്റ് വിത്ത് AI എന്ന് പറഞ്ഞുള്ള ആപ്ലിക്കേഷൻ. അത് നമുക്ക് നല്ല അടിപൊളി സാധനം കേട്ടോ. അതൊന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് കിട്ടും. കാരണം എന്ന് വെച്ചാല് അതില് ചാറ്റ് GPT 4 ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യാ നമുക്ക് ഇമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇമേജ് ഡെവലപ്പ് ചെയ്യുന്നത്, അടിപൊളി ഇമേജും കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പൊ ബാർഡിന് ജസ്റ്റ് ഇതാണ് ഇപ്പൊ നമ്മളെ ബാർഡ്.ഗൂഗിൾ എന്നാണ് ഈ സൈറ്റിന്റെ ലിങ്ക് എന്ന് പറഞ്ഞാല്. ബാർഡ്.ഗൂഗിൾ അത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ നമ്മൾ ഗൂഗിൾ ഇമെയിൽ ID വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. ഇതിൽ നമ്മളെ ബ്രൗസർക്ക് എക്സ്റ്റൻഷൻ വേണമെങ്കിൽ അതും കിട്ടും. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് സോഷ്യൽ മീഡിയ കലണ്ടർ ഫോർ ഇവിടെ ഞാൻ എന്ത് ചെയ്യാ ഒരു നമ്മളെ ജീവന്റെ കൊടുക്കട്ടെ. ഞാൻ സാമ്പിൾ കൊടുക്കണേ. ജീവൻ പോസ്റ്റ് സമ്മർ സീസൺ നമ്മൾ പ്രൊഡക്റ്റ് നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പൊ എന്തൊക്കെയായിരുന്നു റഹ്മാൻക്ക് പോയോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? നമ്മളെ ജീവന്റെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയായിരുന്നു? ജീവന്റെ പ്രോഡക്റ്റുകൾ പിന്നെ റാഗി പൗഡർ, ലിറ്റിൽ മില്ലറ്റ്,
അങ്ങനെയുള്ള കാര്യങ്ങൾ. സാമ്പിൾ കൊടുക്കാം കേട്ടോ. രാഗി ഇന്നതല്ല കൊടുക്കല്. RAGI ആരെ GI എന്നല്ലേ ഉള്ളൂ. ഓക്കെ. രാഗി ആ പൗഡർ പിന്നെ മില്ലറ്റാ. മില്ലറ്റ്. ഓക്കെ. ഈ രണ്ട് പ്രൊഡക്റ്റ് ഞാൻ സാമ്പിൾ കൊടുക്കാം കേട്ടോ. രണ്ട് പ്രൊഡക്റ്റ് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് ജീവൻ ഹെർബൽസിന്റെ ഒരു സോഷ്യൽ മീഡിയ കലണ്ടർ 5 വീക്കുള്ള അവർ സമ്മർ സീസണിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്തു. ജീവൻ ഹെർബൽ സമ്മർ സോഷ്യൽ മീഡിയ കണ്ടന്റ് കലണ്ടർ 5 വീക്സ്. ഗോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊമോട്ട് ജീവൻ ഹെർബൽ സമ്മർ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് രാഗി പൗഡർ ആൻഡ് മില്ലറ്റ് ത്രൂ എൻഗേജിങ് ആൻഡ് ഇൻഫർമേറ്റീവ് സോഷ്യൽ മീഡിയ കണ്ടന്റ്. ടാർഗറ്റ് ഓഡിയൻസ് ഹെൽത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി ലുക്കിംഗ് ഫോർ എ നാച്ചുറൽ വേ ഓഫ് ബീറ്റ് ദ സമ്മർ ഈറ്റ് ആൻഡ് സ്റ്റേ ഓയിൽ. പ്ലാറ്റ്ഫോം ഫോക്കസ് ഓൺ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ക്യാൻ ബി അഡാപ്റ്റഡ് ഫോർ അതർ പ്ലാറ്റ്ഫോം. പോസ്റ്റ് ഫ്രീക്വൻസി 3-5 ടൈംസ് പെർ വീക്ക്. ഒരാഴ്ചയിൽ 3-5 പ്രാവശ്യം പോസ്റ്റ്. വീക്ക് 1 ഫസ്റ്റ് കൂൾ ഡൗൺ വിത്ത് രാഗി പൗഡർ. ഇത് ക്യാപ്ഷൻ കണ്ടോ? അത് സമ്മർ ആ സീസൺ ആണ്. നല്ല മഴയുള്ള സമ്മർ സീസൺ ആണ്. അപ്പൊ ആ സീസൺ അനുസരിച്ചുള്ള കണ്ടന്റ് ആണ്. ഹലോ ഓഡിയബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. ഹലോ, ഓക്കെ അല്ലേ? ഓഡിയബിൾ അല്ലേ? ഹലോ, ആണ് ഒടിപാടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പറയാൻ പറ്റും. അടിപൊളിയിൽ കൊടുക്കേണ്ടത്. അതായത് വീക്ക് 1 കൂൾ ഡൗൺ വിത്ത് രാഗി പൗഡർ. അതായത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കൂൾ ഡൗൺ വിത്ത് രാഗി പൗഡർ എന്നാണ് അതിന്റെ ഫസ്റ്റ് വീക്കിന് വരുന്നത്. അതിന്റെ ഇൻട്രൊഡ്യൂസ് രാഗി പൗഡർ ന്യൂട്രീഷൻ സമ്മർ ഡ്രിങ്ക്. അപ്പൊ സമ്മറിൽ സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ട ഫസ്റ്റ് ഒരു പോസ്റ്റ് ഐ കാച്ചിങ് ഇമേജ്. ആൾ ടാഗ് ഗ്ലാസ് ഫോർ ചില്ലുഡ് രാഗി മിൽക്ക് ഷേക്ക് ടോപ്പ്ഡ് വിത്ത് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് മിന്റ് ലീവ്സ്. അതായത് രാഗി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഐ ക്യാച്ച് ചെയ്യണ്ടേ, കണ്ണ് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്ലാസ്സിൽ എന്ത് ചെയ്യുക, ചില്ലുഡ് രാഗി മിൽക്ക് ഷേക്ക്, നല്ല തണുത്ത രാഗിന്റെ ഷേക്ക് ഉണ്ടല്ലോ, ഷേക്ക് ഉണ്ടാക്കിയിട്ട് വെക്കുക. ടോപ്പ്ഡ് വിത്ത് ഫ്രഷ് ഫ്രൂട്ട്, അതിന് മേലെ ഒരു ഫ്രഷ് ഫ്രൂട്ട് ഇടുക. ആൻഡ് മിന്റ് ലീവ്സ്, മിന്റിന്റെ ഇല ഇടുക. അതിന് ക്യാപ്ഷൻ കൊടുക്കാനുള്ളതാ, ബീറ്റ് ദ ഈറ്റ് വിത്ത് ജീവൻ ഹെർബൽസ് രാഗി പൗഡർ ദിസ് നാച്ചുറലി കൂളിംഗ് ആൻഡ് എനർജി energizing is a packed with calcium, protein and fiber, perfect summer. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് അതിന്റെ ഇമേജ് കൊടുക്കുക. അതിന് കൊടുക്കേണ്ട ക്യാപ്ഷൻ വരെ തന്നിട്ടുണ്ട്. ഇനി വീഡിയോ ആണെങ്കിൽ ഷോർട്ട് ഡെമോ ഓൺ മേക്കിംഗ് റീഫ്രഷിംഗ് രാഗി സ്മൂത്തീസ് ഓർ ലസ്സി. രാഗിന്റെ സ്മൂത്തി ലസ്സി ഉണ്ടാക്കുന്ന ഷോർട്ടസ്റ്റ് വീഡിയോ ഉണ്ടാക്കുക എന്ന് കൊടുക്കുക. അതിന് ബ്ലോഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഷെയർ ദ ഹെൽത്ത് ബെനിഫിറ്റ് ഓഫ് രാഗി ആൻഡ് ക്രിയേറ്റീവ് രാഗി ഡ്രിങ്ക് റെസിപ്പീസ്. ഈ ഒരു ഹെഡിങ്ങിൽ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ബ്ലോഗ് റൈറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റത്തെ ഒരു വീക്കിലുള്ള ടാസ്ക്. സെക്കൻഡ് വീക്ക് ഉണ്ടോ, മില്ലറ്റിന് വെച്ചിട്ട് മില്ലറ്റ് മാജിക് യുവർ സമ്മർ സ്കിൻ സേവിയർ. അതിനെ കുറിച്ചുള്ള ഇമേജ് എങ്ങനെ വേണം, അത് മോഡൽ വിത്ത് ഗ്ലവിംഗ് സ്കിൻ അപ്ലൈങ് എ മില്ലറ്റ് ഫേസ് മാസ്ക്. ഇതിപ്പോ നമ്മള് മില്ലറ്റ് എന്നൊക്കെ പറയുമ്പോ ഇവർക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുഡ് പ്രൊഡക്റ്റ്. റൈസ് കൊടുത്താൽ അല്പം വേറെ കിട്ടും. അതെ, ഇതിപ്പോ നമ്മൾ ജസ്റ്റ് സാമ്പിൾ കൊടുത്താണ്. നമ്മള് ഫുഡാണ് ഫോക്കസ്. ഫുഡ് ആയിട്ടാണെങ്കിൽ ഫുഡ് രൂപത്തിലാണ് കിട്ടട്ടോ. ഇവിടെ മില്ലറ്റ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വന്നത്. അപ്പൊ നമ്മളത് ഇത് ഞാൻ ഇപ്പോ ജീവന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞ, അപ്പൊ ഷാവുൽക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആരാണെങ്കിലും നിങ്ങളെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാധനം കിട്ടും. സെക്കൻഡ് വീക്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഫുൾ ഐഡിയാസ്, അതിൽ യൂസർ ജനറേറ്റഡ് കണ്ടന്റ് വേണം, ഇൻഫോഗ്രാഫിക്സ് എങ്ങനെ വേണം, അതിന്റെ ക്യാപ്ഷൻ എങ്ങനെയാണ്. മൂന്നാമത്തെ വീക്കിന്റെ അതുപോലെ തന്നെ 4-ാമത്തെ വീക്ക്, 5-ാമത്തെ വീക്ക്. 5-ാമത്തെ വീക്ക് അവർ പറഞ്ഞ സമ്മർ സെയിൽസ് ആൻഡ് ഗീവ് അവേ ആണ്. ഒരു 4 വീക്ക് എന്ത് ചെയ്ത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്റ്റ് അട്രാക്റ്റീവ് ആക്കി 5-ാമത് ഇതൊരു ഗീവ് അവേ രൂപത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്കുള്ള ഒരു സോഷ്യൽ മീഡിയ കലണ്ടർ. ഇതിപ്പോ നമുക്കൊരു 1 വീക്ക് 5 വീക്ക് മാറ്റിയിട്ട് 1 മന്ത് കൊടുക്കും. ഇപ്പൊ നെക്സ്റ്റ് മന്ത് ഏതാണ് ആ വർഷവും ഡേറ്റും കൊടുത്തിട്ട് ആ മന്ത്ക്കാണെങ്കിൽ ആ മന്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ മന്തിലുള്ള സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടിപൊളിയായിട്ടുള്ള കലണ്ടർ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഓരോ ദിവസം എങ്ങനെ വേണമെന്നുള്ള സാധനം വരെ കിട്ടും. ഇത് നമുക്ക് ഡിസൈനറെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ചെയ്യാൻ പറ്റും. ഈ ഒരു കണ്ടന്റ് വെച്ചിക്കാണ്ട് ഓട്ടോമാറ്റിക് ഇമേജ് ഡിസൈൻ ചെയ്യുന്ന കുറെ നമ്മൾ ക്യാൻവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ക്യാൻവിയിൽ മാജിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, AI ഇൻക്ലൂഡ് ആണ്. ഇവിടെ നമുക്കൊരു ഇമേജ് വേണമെങ്കിൽ
ഇപ്പോ ഇവിടുന്ന് ഇപ്പൊ നമുക്ക് തന്നു എങ്ങനത്തെ ഇമേജിനെ കുറിച്ച്. ഇപ്പൊ ഇമേജ് ഐ കാച്ചിങ് ഇൻഫോഗ്രാഫിക് ഇമേജ് സമ്മർ സേസ് ഗീവ്. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ ഇവിടെ നമ്മൾ സ്മൂത്തിന്റെ പറഞ്ഞില്ലേ. ഇപ്പോ ഐ കാച്ചിങ് ഇമേജ് ഇതാണ് ഇപ്പൊ നമ്മളെ ഫസ്റ്റത്തെ ഇമേജുമാണ്. ഇതിപ്പോ ചാറ്റ് ജി പി ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓല് എന്ത് ചെയ്യും, ഇതിലും AI ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഓല് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാധനം എന്ത് ചെയ്യും, നമുക്ക് ഉണ്ടായി തരും. ഗ്ലാസ് ഓഫ് ചില്ലഡ് റാഗി മിൽക്ക് ഷേക്ക് ടോപ്പ്ഡ് വിത്ത് ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് മിന്റ് ലീവ്സ് ടെംപ്ലേറ്റ്. ഇപ്പൊ ഈ ഉണ്ടോ നോക്കി, നമ്മളാ പറഞ്ഞ കണ്ടന്റുമായി റിലേറ്റ് ചെയ്തിട്ട് എന്താ രാഗി പൗഡർ വെച്ചിട്ടുള്ള റീൽസ് ആണ്. ചെറിയ റീൽസ് ടൈപ്പ് വീഡിയോസ്. ഇതിന്റെ പല കാറ്റഗറിയുള്ള ഇമേജസ്, സ്റ്റോറി ടൈപ്പ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ പഴയ പോലുള്ള ഇതിലെന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ചോക്ലേറ്റിന്റെ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റിയിട്ട് രാഗിന്റെ സാധനം കൊടുക്കാൻ പറ്റും. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് രാഗി ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാ, രാഗിന്റെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ നമുക്ക് കിട്ടും, പോസ്റ്റർ ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇതൊക്കെ മാറ്റം, ഇതൊക്കെ തന്നെ നല്ല ക്രിയേറ്റീവ് ഫോട്ടോസ് കാണാൻ പറ്റും ഇവിടെ. ഇതൊക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മളെ ബ്രാൻഡും കാര്യങ്ങളും ആക്കി കഴിഞ്ഞാൽ അടിപൊളി പോസ്റ്റായി. അപ്പൊ ആളുകളുടെ ഇടയിൽ പുതിയൊരു കൾച്ചർ നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ കറക്റ്റ് ഐഡിയാസ് കിട്ടും. നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റിയിട്ട് പ്ലാനും കാര്യങ്ങളും ഐഡിയാസും എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടിയോടും ബാർഡിനോടൊക്കെ ചോദിക്കുക. അതുപോലെ അടിപൊളിയായിട്ട് തരും. അത് അതേപടി എടുക്കുക എന്നുള്ളതല്ല, അത് നമ്മളെ ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഒന്നും കൂടെ എന്ത് ചെയ്യും, യുണീക്കും ബെറ്റർ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോ ചാറ്റ് ജി പി ടി ബാർഡ് ഇതിലെ ഒരുപാട് ഉണ്ട് കേട്ടോ. ഇത് എത്ര നമ്മൾ ഉപയോഗിക്കുന്നു അത്രയും ബെനിഫിറ്റ് ആവും. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയക്കുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല, ലെറ്റേഴ്സും ഓഫർ ലെറ്റർ, അതുപോലെ അസൈൻമെന്റ്, പ്രൊജക്ട്, റിപ്പോർട്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസിന്റെ ഒരു മന്ത്ലി റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മന്ത്ലി റിപ്പോർട്ട് ഉണ്ടാക്കുക. അത് ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് രൂപത്തിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇതിപ്പോ നമുക്ക് ഒരു കോളം രൂപത്തിൽ കള്ളിയായിട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അറേഞ്ച് ചെയ്ത് ഡീറ്റെയിൽസ് കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസും നമ്മുടെ ബിസിനസിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് കൺസൾട്ടന്റ് എന്നുള്ള രൂപത്തിൽ ആക്ട് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം. നമുക്ക് ഇവിടെ പറയുന്നത് ആക്ട് ആസ് എ ബിസിനസ് കൺസൾട്ടന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടി കണ്ട അവിടെ എഴുതിയാണ്, ഓഫ് കോഴ്സ് ആസ് എ ബിസിനസ് കൺസൾട്ടന്റ് ഐ ആം ഹിയർ ടു പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഹെൽപ്പ് യുവർ ഓവർകം ചലഞ്ച് ആൻഡ് അച്ചീവ് യുവർ ബിസിനസ് ഗോൾസ്. നമുക്കൊരു അടിപൊളി മെന്റർ ആയിട്ട് അല്ലെങ്കിൽ അവിടെ ബിസിനസ് കൺസൾട്ടന്റ് ആയിക്കൊണ്ട് ആക്ട് ചെയ്യാൻ റെഡിയാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു കമന്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി എന്ത് ചെയ്തു, ഇനി നമുക്ക് തരുന്ന കണ്ടന്റ് ഒക്കെ ഒരു ബിസിനസ് കൺസൾട്ടന്റ് എങ്ങനെ സപ്പോർട്ട് നൽകുന്നോ ആ രൂപത്തിൽ തരും. അപ്പൊ നമ്മൾ വരുന്ന ക്രിട്ടിക്കൽ പല ബിസിനസിന്റെ പല സ്റ്റേജിലും നമുക്ക് വരുന്ന സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ജി പി ടിയോട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഉപയോഗിക്കണമെങ്കിൽ പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കൺസൾട്ടന്റിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ചെയ്യുക, ആദ്യം നമ്മുടെ ബിസിനസിന്റെ കറക്റ്റ് സ്റ്റാറ്റസ് നമ്മൾ ഓർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്നതാണ് ബിസിനസ്, നമ്മൾ ഇത്ര വർഷമായി, ഇത്ര മുടക്കില്, ഇത്ര സ്റ്റാഫുകൾ ഉണ്ട്, ഇതാണ് നമ്മളെ ഗോള്. ആ ഒരു ഡീറ്റെയിൽ നമ്മൾ ഇവിടെയും കൊടുക്കുക. വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബിസിനസിനെ കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 5 വർഷത്തേക്കോ 1 വർഷത്തേക്കോ ഉള്ള അടിപൊളി പ്ലാൻ വരെ എന്ത് ചെയ്യും, ഉണ്ടാക്കി തരും. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ 8:30 സമയം, ഇനി ലേറ്റ് ആക്കണില്ല. അപ്പൊ ചാറ്റ് ജി പി ടി ബാർഡ് ഇത് രണ്ടുമാണ് ഇപ്പൊ ഇന്ന് എടുത്തത്. അപ്പൊ അത് നിങ്ങളെ രീതിക്ക് എന്ത് ചെയ്യാ, നല്ല രീതിയിൽ ഇന്ന് ഉപയോഗിച്ച് നോക്കുക. ഹലോ, ഓഡിയബിൾ അല്ലേ? ഹലോ, ഹലോ. ഓക്കെ, അപ്പൊ നാളെ കാണാം. അപ്പൊ നാളെ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ ചാറ്റ് ജി പി ടി ബാർഡ് നിങ്ങൾ ഉപയോഗിക്കണം, നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഓഡിയബിൾ അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? റഹ്മാൻക, ജലീൽക്ക, ഷാവുൽക്ക? അപ്പൊ മറക്കണ്ട, ഇന്ന് പോയിട്ട് എല്ലാരും എന്ത് ചെയ്യാ, ഫ്രീ ആവുന്ന സമയത്ത് ഉപയോഗിക്കുക. ചാറ്റ് ജി പി ടിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ ബാർഡിന്റെ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഷോർട്ട് കട്ട് ആക്കി വെച്ചാൽ മതി. ഹലോ, ഗ്രൂപ്പിൽ ഇടുക ലിങ്ക്. ആ ഗ്രൂപ്പിൽ ഇട്ടോളാം, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. അപ്പൊ ഗ്രൂപ്പിൽ ഇടണേ. ആയിക്കോട്ടെ, ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.